ഒരു ദിവസം കർണാടക ഒരു തീരുമാനമെടുക്കുന്നു. KSRTC എന്ന പേര് പൂർണ്ണമായിട്ടും അവർക്ക് വേണമെന്ന്. കേരളത്തിന്റെയും കർണാടകത്തിന്റെയും പബ്ലിക് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ പേര് KSRTC എന്നാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എന്നാൽ 2013 കർണാടക ഈ പേര് ട്രേഡ് മാർക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നു. ആൻഡ് ഔദ്യോഗികമായിട്ട് കേരളത്തിന് ഒരു ലെറ്ററും അയക്കുന്നു. അതായത് കേരളം ഈ പേര് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. എന്നാൽ നമ്മൾ മലയാളികൾക്ക് KSRTC എന്ന പേര് വെറും ഒരു പേര് മാത്രമല്ലല്ലോ, അതൊരു ഇമോഷൻ കൂടിയല്ലേ. നമ്മളൊരു ലീഗൽ ബാറ്റിൽ തന്നെ ആരംഭിക്കുന്നു. ഇതിന്റെ ഫാക്ട് ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ 1973 മൈസൂർ എന്ന പേര് മാറി കർണാടക ആയ ശേഷമാണ് കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അഥവാ KSRTC എന്ന പേര് അവർക്ക് കിട്ടുന്നത്. എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 1965 മുതൽ നമ്മൾ KSRTC എന്ന പേര് യൂസ് ചെയ്ത് വരികയായിരുന്നു. എന്നാൽ കോടതിക്ക് വേണ്ടത് തെളിവുകളാണ്. ആൻഡ് ഇവിടെ കേരളത്തിന് വേണ്ടി സാക്ഷി പറയാൻ കോടതിയിലെത്തിയത് ഒരു സിനിമയാണ്. അതെ, 1969 ഇറങ്ങിയ കണ്ണൂർ ഡീലക്സ് എന്ന മൂവി. അതിൽ KSRTC എന്ന പേര് ഒരു ഷോട്ടിൽ വ്യക്തമായി മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ തെളിവ് കണക്കിലെടുത്തുകൊണ്ട് തന്നെ 2021 കേരളത്തിന് അനുകൂലമായിട്ട് വിധി വരുന്നു. എന്നാൽ കർണാടക അപ്പീൽ പോവുകയും പിന്നീട് രണ്ടുപേർക്കും ഈ പേര് ഉപയോഗിക്കാം എന്ന് വിധി തിരുത്തപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സിനിമ എന്ന് പറയുന്നത് എന്റർടൈനിങ് മാത്രമല്ല, അത് കാലഘട്ടത്തെ മാർക്ക് ചെയ്യുന്ന ഒരു ടൂൾ കൂടിയാണ്. ഇപ്പോൾ 2025 ഒരു 2125 2225 ആളുകൾക്ക് നമ്മുടെ ഇപ്പോഴത്തെ കൾച്ചറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ടൂള് സിനിമയായിരിക്കില്ലേ. അതുപോലെ തന്നെ ഇപ്പോൾ ഇറങ്ങുന്ന പല പ്രൊപ്പഗണ്ട മൂവീസ് ഉണ്ടല്ലോ, അത് നമ്മളൊക്കെ ട്രോൾ ചെയ്ത് വിടുമായിരിക്കും. ഒരു 20, 30, 40 വർഷം കഴിഞ്ഞിട്ടുള്ള ആളുകൾ ചിലപ്പോൾ അത് സത്യമാണെന്ന് തെറ്റിദ്ധരിക്കുമായിരിക്കും. മേ ബി അത് തന്നെ ആയിരിക്കും ഈ പ്രൊപ്പഗണ്ട മൂവീസിൻ്റെയൊക്കെ ഒരു ഉദ്ദേശവും, അല്ലേ?